ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരം ഏറ്റെടുത്ത വി.ഡി. സതീശൻ മന്ത്രിസഭയ്ക്ക് അഭിനന്ദനങ്ങൾ. എത്രയോ കാലത്തെ കാത്തിരിപ്പിന് ശേഷമാണ് LDFനെ അധികാരഭ്രഷ്ടമാക്കി പുതുയുഗപ്പിറവി വാഗ്ദാനം ചെയ്തുകൊണ്ടുള്ള പുതിയ മന്ത്രിസഭ അധികാരത്തിൽ വരുന്നത്. ഇന്ദിരാ ഗ്യാരണ്ടിയിലെ 5 ഗ്യാരണ്ടികളിൽ 2 ഗ്യാരണ്ടികൾ നടപ്പിലാക്കാൻ ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനിച്ചു. പക്ഷേ ഈ മന്ത്രിസഭയിൽ വി.ഡി. സതീശന്റെ ആഗ്രഹ അഭിലാഷങ്ങൾക്ക് അനുസരിച്ച് സഹപ്രവർത്തകരുണ്ടോ എന്നുള്ള ചോദ്യം ഉന്നയിക്കുന്നുണ്ട്. ഇന്നൊരു പ്രമുഖ ദിനപത്രം, അത് മാതൃഭൂമി ദിനപത്രം നൽകിയിട്ടുള്ള ടൈറ്റിൽ ഇങ്ങനെയാണ്: വേണുവിന്റെ ടീമിന് സതീശന്റെ ക്യാപ്റ്റൻസി. KC വേണുഗോപാൽ ആണ് മന്ത്രിമാരിൽ ഭൂരിപക്ഷം പേരെയും നിർണയിച്ചത് കോൺഗ്രസിന്റെ എന്നാണ് പത്രം പറയുന്നത്. രമേശ് ചെന്നിത്തല ഒഴികെ മന്ത്രിമാർ 10 ഈ 10 മന്ത്രിമാരിൽ എത്ര പേർ സതീശനാൽ തിരഞ്ഞെടുക്കപ്പെട്ടു എന്ന ചോദ്യം ഈ പത്രം ഉന്നയിക്കുന്നുണ്ട്. 2 പേർ മാത്രമാണ് അദ്ദേഹത്തോട്, മുഖ്യമന്ത്രിയോട് ആഭിമുഖ്യം പുലർത്തുന്നത് എന്നാണ് വാർത്തയിൽ പറയുന്നത്. ഒന്ന് K. മുരളീധരനും റോജി M. ജോണും. അത് എന്തായാലും മുൻകാല മന്ത്രിസഭകൾക്കുണ്ടായിരുന്ന കോൺഗ്രസിൽ ഗ്രൂപ്പിസം കൊടികുത്തി വാഴുന്ന കാലത്താണ് മുൻ മന്ത്രിസഭകൾ ഉണ്ടായിട്ടുള്ളത്. അങ്ങനെ ഉണ്ടായിട്ടുള്ള മന്ത്രിസഭകളിൽ തൊഴുത്തിൽ കുത്തും പരസ്പരം പാരവെപ്പുമൊക്കെ പതിവായിരുന്നു. അങ്ങനെ ഒരു ഗതി എന്തായാലും വി.ഡി. സതീശൻ മന്ത്രിസഭയ്ക്ക് ഉണ്ടാകത്തില്ല എന്നാണ് കേരളീയർ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ പല പരിഗണനകൾ കാരണം കഴിവുള്ള ഒട്ടേറെ പേർ, അത് ഗ്രൂപ്പൊന്നും ഇതിൽ ബാധകമല്ല. കാരണം മന്ത്രിസ്ഥാനം നഷ്ടപ്പെട്ടവരുടെ ലിസ്റ്റ് എടുത്ത് നോക്കുക. ചാണ്ടി ഉമ്മൻ, അദ്ദേഹത്തെ ഒരു ഗ്രൂപ്പിലും ഉൾപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം നേടി ജയിച്ച ഒരു സാമാജികനാണ് അദ്ദേഹം. മാത്യു കുഴൽനാടൻ, അദ്ദേഹമൊക്കെ മന്ത്രിസഭയിൽ ഉണ്ടായിരുന്നുവെങ്കിൽ എത്ര ഗംഭീരമായ ആകുമായിരുന്നു. വി.ഡി. സതീശന്റെ വലങ്കൈയായ V.T. ബൽറാം, ഉറച്ച നിലപാടുകളുള്ള, സമൂഹത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളുടെയും പിന്തുണയുള്ള യുവ നേതാവാണ് V.T. ബൽറാം. അങ്ങനെ കഴിവുറ്റ പലരും പല പ്രാതിനിധ്യ പ്രശ്നങ്ങൾ കാരണം മന്ത്രിസഭയിൽ നിന്ന് പുറത്തായിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ചില ദളിതർക്കും ആദിവാസി വിഭാഗങ്ങൾക്കും സ്ത്രീകൾക്കുമൊക്കെ പ്രത്യേക പരിഗണന വേണം. ബാക്കി പരിഗണനകളൊന്നും സത്യം പറഞ്ഞാൽ മന്ത്രിസഭ രൂപവൽക്കരണത്തിന് ആവശ്യമില്ല. അത് കാരണമാണ് പ്രഗത്ഭരായ പലരെയും ഈ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്താൻ കഴിയാതെ പോയത്. നമ്മുടെ കീഴ്വഴക്കം അങ്ങനെയാണ്. ഇനി വരുന്ന കാലത്തെങ്കിലും കഴിവ് നോക്കി മന്ത്രിമാരെ തിരഞ്ഞെടുക്കാൻ മുഖ്യമന്ത്രിക്ക് കഴിയട്ടെ. അതിൽ പുറത്തു നിന്നുള്ള ഇടപെടലുകൾ കുറച്ചിരുന്നു എങ്കിൽ കുറച്ചുകൂടി ഊർജ്ജസ്വലരായിട്ടുള്ള അംഗങ്ങളുള്ള ഒരു മന്ത്രിസഭ കേരളത്തിൽ ഉണ്ടാകുമായിരുന്നു.